രഞ്ജി പണിക്കർക്കും സുരേഷ് ഗോപിക്ക് ശേഷം ഇംഗ്ലീഷ് ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യൻ. സാർ ഒന്ന് മലയാളത്തിൽ എന്തെങ്കിലും രണ്ടു വാക്ക് പറയും, ഇങ്ങനെ തന്നെയാണോ പറയാൻ വേണ്ടിയിട്ട്. എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങൾക്കും ഒരുപാട് നന്ദി. സാർ ഒന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ഇംഗ്ലീഷ് പറയുമ്പോഴേ ഈ പ്രശ്നമുള്ളൂ. ഭയങ്കര എന്താ പറയാ, അതൊരു തരം കോൺഫിഡൻസ് ആണ്. അങ്ങനെ ഞാനൊക്കെ അങ്ങനെ പുഴുക്കും ഞാൻ സ്റ്റേജ് ചെയ്യുന്നുണ്ട്. ഇത് ഉഗ്ര കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് ഇന്നത്തെ തലമുറയിൽ പല കുട്ടികൾക്കും വേണ്ട ഒരു സാധനമാണ്. പല സ്റ്റേജിൽ കയറി നിന്ന് എന്തെങ്കിലും മിണ്ടാൻ പോലും അല്ലെങ്കിൽ ഒരു സാധനം കൊടുക്കാൻ പോലും സ്റ്റേജിൽ കയറി നിൽക്കാൻ മടിയുള്ള കുട്ടികൾ ഇന്ന് ഒരുപാട് വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ സാറിങ്ങനെ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് അത് പുറത്ത് നിന്ന് കാണുന്ന ഒരാൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാൻ ആക്ച്വലി നന്നായിട്ട് ചിരിച്ച്. അത് വേറെ കൂടല്ല, സാറിന്റെ കോൺഫിഡൻസ് ലെവൽ കണ്ടിട്ടാണ്. അത് ചെറിയ കാര്യമല്ല, അത് ഭയങ്കര പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. അപ്പം ഇതുപോലെ എന്റെ അടുത്ത് ഇവിടെ വന്നിട്ട് മറ്റേ സ്റ്റാൻഡിൽ എന്നിട്ട് ഇങ്ങനെ ഹായ് നമസ്കാരം ബഹുമാനപ്പെട്ട എന്ന് ഞാൻ പറഞ്ഞാൽ പൊളിയും. കാരണം എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് അങ്ങനെ പറയാൻ അറിയില്ല. പക്ഷെ അതേസമയം നമ്മൾ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇതെന്താ മുന്നിൽ നാലാള് കല്യാൺ സിൽസ് എന്ന് വരികയാണോ? ചേച്ചിയാ ചേച്ചിയാ എന്തത് വെള്ളം കൊടുക്കണം. ഇങ്ങനെ ആധികാരികമായിട്ട് മൈക്കിന്റെ ഇതുണ്ടല്ലേ, ഇതുവഴി നമുക്ക് അതിലെ പോലെ കേട്ടാ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിന്ന് ആധികാരികമായിട്ട് നമുക്ക് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. അതേസമയം നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. എന്റെ അടുത്ത് മാം പറഞ്ഞു, നമ്മുടെ പ്രിൻസിപ്പൽ മാം പറഞ്ഞു പെർഫോമൻസ്, സാറ് പറഞ്ഞു പെർഫോമൻസ് ആണ്. ആക്ച്വലി പെർഫോം ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് എന്ത് പെർഫോം ചെയ്യാൻ ഇത്രയും വലിയൊരു സ്പേസിന് മുന്നിൽ എനിക്ക് ശേഷം വരുന്ന കുട്ടികളുടെ പെർഫോമൻസ് കാണാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഞാനും അതാണ്. കാരണം ഇതുപോലുള്ള ചെറിയ ചെറിയ വേദികളാണ് നാളത്തെ തലമുറ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞ സ്കൂളിൽ പോയിരുന്നത് കലോത്സവം വരാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോയതാണ്. അത് റോങ് ആണ്. പക്ഷെ ഞാൻ അഭിമാനത്തോടു കൂടി പറയും, ഞാൻ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ വരാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോയ ഒരാളാണ് ഞാൻ. കലോത്സവം വരണം, നാടകം ചെയ്യണം, മോണാക്ട് ചെയ്യണം, ഇങ്ങനെ മാത്രം പോയിരുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്റെ കുട്ടിക്കാലം തൊട്ടുള്ള ലക്ഷ്യം സിനിമ ചെയ്യണം, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് അഭിനയ മേഖലയിൽ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വരണം എന്നുള്ള എന്താ പറയുക തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമവും ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അത് ചെറിയ കാലം തൊട്ടേ, വീട്ടിലുള്ള അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോക്കസിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് ഭയങ്കര തീവ്രമായിട്ട് മുന്നോട്ടേക്ക് എത്തിപ്പിടിച്ച് നടന്നപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ എന്താ പറയുക എൻ്റെ ഓട്ടത്തിന് അല്ലെങ്കിൽ എൻ്റെ വാശിയുടെ ഫലമായിട്ട് എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ വരുന്നത് റീസെൻ്റ്ലി നമ്മുടെ ആശീർവാദ് സിനിമാസിൻ്റെ